3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നിലേക്ക് കടക്കുകയാണ്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ സംഘർഷം തുടക്കത്തിൽ റഷ്യയുടെ ഒരു പ്രത്യേക സൈനിക ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നൊരു വലിയ പ്രാദേശിക യുദ്ധമായി പരിണമിച്ചിരിക്കുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ അടുത്തിടെ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ ഗതിയെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ വേരുകൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലും പിന്നീട് നാറ്റോ സഖ്യം കിഴക്കൻ യൂറോപ്പിലേക്ക് വികസിച്ചതിലും ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെ റഷ്യയുടെ സ്വാധീന മേഖലയുടെ ഭാഗമായി കാണുകയും നാറ്റോ അംഗത്വം നേടുന്നതിൽ നിന്ന് യുക്രൈനെ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത്. യുക്രൈനെ നാസിമുക്തമാക്കുക, റഷ്യൻ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ വാദങ്ങളും പുടിൻ മുന്നോട്ട് വെച്ചിരുന്നു. മറുവശത്ത് യുക്രൈൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലകൊള്ളാൻ ആഗ്രഹിക്കുകയും യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും ചേരാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് വാദിക്കുകയും ചെയ്തു. റഷ്യയുടെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യുക്രൈന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണെന്ന് യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ശക്തമായി വാദിച്ചു. ജൂൺ 4 പുലർച്ചെ കീവിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പരമ്പര ഈ യുദ്ധത്തിലെ ഒരു പുതിയ അധ്യായമായി കണക്കാക്കപ്പെടുന്നുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും യുക്രൈൻ തന്നെ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കീവ് നഗരം തീയിലും പുകയിലും മൂടിയതായി കാണാം. സുലിയാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തീപിടിച്ചതായും അമേരിക്ക നൽകിയ പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.